അവർ പൈസ ഒക്കെ അവിടുന്ന് ഒപ്പിച്ച് ഈ മകൻ്റെ കൂടെ മകന് എന്തായാലും ഇപ്പോൾ ഒരു ഗ്രൂപ്പിൽ പോകുമ്പോൾ എന്തായാലും ഒരു ചെറിയ ലാഭം ഉണ്ടാവും. ആ ലാഭവീതം ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ട, ഈ കയ്യിൽ നിന്നൊരു ഉറുപ്പ്യ വേണ്ട, ഈ ഒരു കുട്ടീനെ എനിക്ക് തരുന്ന പൈസ കൊണ്ട് ഈ ഒരു കുട്ടീനെ കൊണ്ടുപോകണം. രണ്ടാമത് ഒരു ക്യാൻസർ രോഗി, 20 വയസ്സായ ക്യാൻസർ രോഗി, എൻ്റെ ജേട്ടൻ സ്വാദിഖ് ഫൈസൽ, മൂപ്പര് നമ്മുടെ മുറജുമേറിന് വലിയ ഹിദ്മത്ത് ചെയ്യുന്ന ഒരാളാണ്, ഒരു സാധു കുടുംബമാണ്. അവനും കൊണ്ടുപോകണം. അൽഹംദുലില്ലാഹ് അത് ഏറ്റെടുക്കുകയും വളരെ മനോഹരമായി അവർ യാത്ര പോവുകയും, യാത്രയുടെ ക്ലാസിൻ്റെ മുമ്പ് മനുഷ്യൻ്റെ വല്യപ്പയും വല്യമ്മയൊക്കെ അവിടെ വന്നിരുന്നു. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അല്ലാഹു നല്ലതുപോലെ ഉംറയൊക്കെ നിർവഹിച്ച് മടങ്ങി വരാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, പോകാൻ കാരണോട് വരാൻ വരക്കണ്ട. അന്നേ അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളങ്ങനെയാണ്. അന്ന് യാത്രയിൽ അങ്ങോട്ട് പോകുമ്പോൾ ഫ്ലൈറ്റിൽ ഫ്രണ്ട് ഭാഗത്തിലായിരുന്നു സാധാരണ അങ്ങനെയുള്ള ആളുകൾക്ക് കിട്ടാറങ്ങനെയാണ്. അങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ വീൽ ചെയർ അവൻ്റെത് കൊണ്ടുപോയിരുന്നില്ലേ, വീൽ ചെയർ കൊണ്ടുപോയിരുന്നു. എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ വീൽ ചെയർ കിട്ടിയില്ല, വീൽ ചെയർ നഷ്ടപ്പെട്ടു. അപ്പോൾ യമാനിയോട് ഇവൻ പറഞ്ഞത്, യമാനി കൂട്ടത്തിലുണ്ട്, യമാനിയോടും അടുത്തുള്ളവരോടൊക്കെ കരിമാക്കളോടൊക്കെ പറഞ്ഞു, വീൽ ചെയർ വേണ്ട, ഞാൻ ഇതിനകത്ത് പോണില്ല, മോൻ്റെ വീൽ ചെയർ എനിക്ക് വേണ്ട, ഞാൻ അങ്ങോട്ട് പോണില്ല. ആ വീൽ ചെയർ അവൻ കിട്ടിയിട്ടില്ല, അവൻ കുടുംബത്തിന് കിട്ടിയിട്ടില്ല. അങ്ങനെ ഫസ്റ്റത്തെ ഉംറ കഴിഞ്ഞു. രണ്ടാമത്തെ ഉംറ ജറാനിലേക്ക് പോകുന്ന സമയത്തിൽ യമാനി അവൻ്റെ ബസ്സിൽ, യമാനിയും അവൻ്റെ കൂടി ബസ്സിൽ കയറ്റി, ഉപ്പാൻ്റെ അടുത്ത് ബസ്സിൽ കയറ്റി ഇരുത്തിയപ്പോൾ അപ്പോഴും യമാനിയോട് ചോദിക്കുന്നു, മദീനത്തേക്കല്ലേ പോകണത്? എല്ലാവരും മദീനത്തേക്ക് എപ്പോഴാണ് പോവുക? അവനക്ക് മദീനയാണത്. അവനൊരു കൗണ്ടറുണ്ട്, ആ കൗണ്ടറിൽ അങ്ങനെ സ്വലാത്ത് ചെയ്തു. അങ്ങനെ സകല നേരവും സകല സമയവും. പിന്നെ അവൻ ചോദിച്ച ചോദ്യമുണ്ട്, എന്തിനത്ര ദിവസം മക്കയിൽ, മദീനക്കല്ലേ തോണ നിൽക്കേണ്ടത്? അങ്ങനെ അതിൽ ഒരു അവൻ്റെ ഇഷ്ടമാണ്, അവൻ്റെ സ്നേഹമാണ്, അവൻ്റെ മഹബത്താണ്. അവിടെ നമ്മൾ കാബക്ക ഫദൽ മസ്ജിദുൽ ഹറാമിനാണ് സ്ഥലത്ത്, അതൊന്നും പറഞ്ഞിട്ട് കാര്യം. അവൻ ഏറ്റവും പ്രണയിച്ചതൊക്കെ മദീനയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവൻ ഇവിടുന്ന് ഇഹ്റാം ചെയ്തു പോകുന്നത് ഉംറയ്ക്ക് വേണ്ടി മാത്രമല്ല, അവൻ മദീനത്തേക്കാണ് പോകുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ മദീനയുടെ യാത്ര അവന് ഒരു പ്രത്യേക സന്തോഷമുള്ള യാത്രയായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവൻ നടുവിലായിരുന്നത്, വാപ്പാൻ്റെ കൂടെയാണ് അവൻ ഇരുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവനെ ശ്രദ്ധിക്കും, എന്തോ ഒരു ആനന്ദം എന്നറിയാം. ആ ചില്ലിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് നോക്കി മദീനയുടെ മഹത്വം പറയുമ്പോൾ അവൻ്റെ കണ്ണ് നിറയും, സ്വലാത്ത് ചെല്ലും. അവിടെ എത്തി, ആ യാത്രയിൽ അവിടെ എത്തി, അവിടെയുള്ള ആളുകളോട് സ്വലാത്തിൻ്റെ എണ്ണം കാണിച്ചു. 2000 ചില്ലാത്ത സ്വലാത്ത് അവൻ ചൊല്ലി വെച്ചിട്ടുണ്ട്. അപ്പോൾ ദിവസം എത്ര സ്വലാത്താണ് അവിടെ ചൊല്ലുന്ന കുട്ടി? നമ്മളാരും അറിയാതെ ചില മഹബത്തുകളൊക്കെ ആളുകളെ അറിയിച്ചുകൊണ്ടുള്ള മഹബത്താണ്. എനിക്ക് അങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെ ഇഷ്ടമാണ്, എനിക്കത് ഇഷ്ടമാണ്, ഞാൻ പ്രകൃതങ്ങളുടെ ആശിഖാണ്, എനിക്കതാണ് ഇതാണ്. അവൻ അങ്ങനൊന്നുമില്ല, പുറത്തൊന്നും പറയില്ല, ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ ഉണ്ടായിരുന്നു. മദീനയിലെത്തി പിറ്റേന്നാൾ അവനക്ക് അസുഖം വന്നു. ഒരുപാട് കാര്യങ്ങൾ അവൻ്റെ ഉമ്മയോട് വീഡിയോ കോൾ ചെയ്യും, സംസാരിക്കും. വല്യമ്മയോട് സംസാരിക്കും, വല്യാപ്പയോട് സംസാരിക്കും, കരീമാജിയോട് സംസാരിച്ചിട്ടുണ്ട്, മുനവർ യമാനിയോട് സംസാരിച്ചിട്ടുണ്ട്, കൂടെ വന്ന ഹാജിമാരോട് പലരും സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ അവൻ്റെ ആഗ്രഹം മദീനയുടെ മണ്ണിൽ കിടക്കണം. അങ്ങനെ അവസാനം മരിക്കുന്നതിൻ്റെ തലേന്നത്തെ ദിവസം ശനിയാഴ്ച കരീമാജി ആ കുട്ടീനെ പനി പിടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. വാപ്പിയുണ്ട്, കരീമാജി ഉണ്ട്, ഉമ്മ ഉണ്ടെന്ന് തോന്നുന്നില്ല, ഉമ്മയും കൂടെ ഉണ്ട്. കരീമാജി ഇപ്പോഴും പറയണം, അവൻ്റെ തലൻ്റെ വയറിലേക്ക് ഇങ്ങനെ ചെരിച്ച് കിടത്തിയിട്ട്, ആ മുടി ഒരു കൂർത്ത മുടിയാണല്ലോ, വയറ്റിൽ ഇപ്പോഴും ഇങ്ങനെ കുത്തുന്നത് പോലെ തോന്നാൻ. അതിങ്ങനെ ചോദിച്ചൊരു ചോദ്യം ഉണ്ടാവും എൻ്റെ അടുത്തെത്തിയപ്പോൾ. ഞാൻ അങ്ങനെ മുന്നിലേക്ക് നടക്കുകയാണ്. ഉസ്താദിനെ എന്നെ വിളിപ്പിച്ചു, ഞാനവിടെ നിന്നു.
ആ സമയത്ത് മദീനത്തെ പച്ചക്കുപ്പ ഇങ്ങനെ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞത് റസൂലുള്ളാഹി തങ്ങളുടെ റൗള. ആ സമയത്തിൽ അവൻ ഒരു പ്രത്യേക നോട്ടം റൗളയിലേക്ക്. ഇപ്പോഴും ആ നോട്ടം ഞാൻ കരീമാക്കനോട് എൻ്റെ അടുത്തുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. പഠിച്ചവന് ഇവന് മടങ്ങി വരാത്ത യാത്രയാണോ? ആ പ്രത്യേക ഒരു നോട്ടവും കണ്ണെന്ന് കണ്ണുനീരൊഴുക്കലും. പനിയുണ്ട്, നല്ല പനിയുണ്ട്, ക്ഷീണമുണ്ട്. പിന്നെ ഹോസ്പിറ്റലിലെത്തി. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞു. അപ്പോൾ വില കൂടി പറഞ്ഞു നാളെ പോവാണ്. ഓൻ്റെയും ഭാഷയിൽ നാളെ പോവാണ്. അപ്പോൾ അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ മറ്റന്നാളെ പോയിക്കോളി, ഞാൻ നാളെ പോകും. ഇതാണ് ഓൻ്റെ വാദം. അങ്ങനെ രാത്രിയിൽ കേട്ടതുപോലെ തന്നെ ഉമ്മ എല്ലാം വൃത്തിയാക്കി കൊടുത്തു. നല്ല റാഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ആ മണ്ണിൽ വെച്ചുകൊണ്ട് ആ കുഞ്ഞുമോൻ പ്രവാചക പ്രേമി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മത്സരത്തിന് ദീർഘിച്ച ആ കുട്ടി നല്ല നിലയ്ക്ക് ലോകത്തോടുകൂടെ പറഞ്ഞു. ആ കുട്ടി നല്ല നിലയ്ക്ക് ലോകത്തോട് വിട പറഞ്ഞു പോവുകയും ആ കുട്ടിയെ ജനാസ മയ്യത്ത് നിസ്കാരം അന്ന് രാത്രിയിൽ മരിച്ചു. പിറ്റേന്ന് ളുഹറിന് ജനാസ നിസ്കരിക്കുന്നു പറഞ്ഞു. പക്ഷേ പേപ്പറിൽ റെഡിയാവേണ്ടതുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ അസറിന് നിസ്കരിക്കുന്നു പറഞ്ഞു, മഗ്‌രിബ് നിസ്കരിക്കുന്നു പറഞ്ഞു, ഇശാ നിസ്കരിക്കുന്നു പറഞ്ഞു. അതാണ് ഇശാന് ശേഷം സുബഹ നിസ്കാരത്തിന് നിസ്കരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സുബഹ നിസ്കാരത്തിൽ ഏകദേശം 2 മണിയാകുമ്പോഴാണ് അവരുടെ 1:35-40 ആകുമ്പോഴാണ് അവൻ്റെ ജനാസ കുളിപ്പിക്കുന്നത്. ഞാനവിടെ ഉണ്ടായിരുന്നു. നല്ല വെളുത്ത മുഖം, വെട്ടിത്തിളങ്ങുന്ന മുഖം, സന്തോഷത്തിൽ അൽഹംദുലില്ലാഹ് മയ്യത്ത് കുളിപ്പിക്കൽ. ഞാനും ആ ഉപ്പയും മയ്യത്ത് കുളിപ്പിക്കുന്നിടത്തുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കഫൻ ചെയ്തു. ഉമ്മ ജനാസ കണ്ടു. ഉമ്മയുടെ കൂടെ ഒരു പെണ്ണുണ്ടായിരുന്നു. ആ പെണ്ണ് കാണാൻ വേണ്ടി കൂടെ വന്നതാണ്. പക്ഷേ അൻസിലിനത് ഇഷ്ടമുണ്ടാവില്ല. നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതാണ്. പെൻസിലിൻ്റെ വീഡിയോകൾ ഇറക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. ആ കുട്ടിക്ക് അതൊന്നും പെണ്ണിന് ഇഷ്ടമല്ല. അപ്പോൾ ആ കുട്ടി കറക്റ്റ് പറഞ്ഞു. അതിൻ്റെ അടുത്തുള്ള ഒരു KMCC പ്രവർത്തകൻ അദ്ദേഹം പറഞ്ഞു അതിന് കാണൽ ഹറാമാണ്, പാടില്ല. ഞാൻ പറഞ്ഞു പറ്റില്ല. ആ പെണ്ണ് പോലും കണ്ടില്ല. ഒരാളും ആ കുട്ടി മരിച്ചതിന് ശേഷം വേറെ പെണ്ണ് ആ കുട്ടീനെ കണ്ടിട്ടില്ല. അങ്ങനെ കഫൻ ചെയ്തു. കാണേണ്ടവരൊക്കെ കണ്ടു. ഏകദേശം 2 മണിയോടടുക്കുന്ന സമയത്തിലാണ് ഞങ്ങൾ ആ കുട്ടിയുടെ ജനാസയുമായി റൗദയിലേക്ക് പുറപ്പെടുന്നു. ഫസ്റ്റ് എത്തിയ മയ്യത്ത് അൻസിലിൻ്റെ മയ്യത്താണ്. അവൻ്റെ ഫ്രണ്ടിൽ വെച്ചു. അള്ളാഹിൻ്റെ അപാരമായ ഒരു പ്രത്യേകമായ തൗഫീഖത്തോടെ കിട്ടിയത് ആ കുട്ടിനോട് ജനാസ വെച്ചു നിസ്കരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായി ഞങ്ങൾക്ക് റൗളയുടെ തൊട്ടടുത്ത് ഞങ്ങൾക്ക് 2-2.5 മണിക്കൂർ ഇരിക്കാനുള്ള സൗകര്യം കിട്ടി. അൽഹംദുലില്ലാഹ്. അവിടെ നിന്ന് ദ്വാരക്കേണ്ടതൊക്കെ ദ്വാരന്നു. അൽഹംദുലില്ലാഹ്. കാരണം മയ്യത്തിൻ്റെ കൂടെ വന്ന ആളുകൾ എന്നുള്ളൊരു പരിഗണനയിൽ അവിടെ മയ്യത്തിൻ്റെ കൂടെ വന്ന ആളുകൾക്കൊക്കെ ഇരിക്കാൻ ഒരു പ്രത്യേക സ്ഥലമുണ്ട്. റൗളയോട് ചാരിയിട്ടാണ്. അവിടെ കുറേ നേരം ഇരിക്കാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. അപ്പോൾ KMCC വലിയൊരു പ്രവർത്തനം ഉണ്ടായിരുന്നു. അയാൾ പറഞ്ഞു പിന്നെ ഇത് മഗ്‌രിബിനോ ഇശാഇനോ മയ്യത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ഇത്ര സമയം കിട്ടില്ല. സുബഹിയായതുകൊണ്ടാണ് അത്രയും സമയം കിട്ടിയത്. അങ്ങനെ സുബഹി നിസ്കാരം കഴിഞ്ഞു. മയ്യത്ത് നിസ്കാരം കഴിഞ്ഞ് ഇമാമ നേരെ നിൽക്കുന്നതിൻ്റെ ബാക്കിലാണ്. അന്ന് 4 മയ്യത്തുകളുണ്ട്. ഇതിൻ്റെ പുറമെ 3 ആളുമുണ്ട്. അങ്ങനെ ജനാസ നിസ്കാരം കഴിഞ്ഞ് ഞങ്ങളങ്ങോട്ട് പോയി നോക്കുമ്പോൾ മയ്യത്ത് കാണില്ല. അതിന് മയ്യത്തായിട്ട് അറബികൾ പായാണ്. ഞങ്ങൾ വയ്യാക്ക പാഞ്ഞ് അറബികളെ പിടിച്ചിട്ട് ഞങ്ങളെ മയ്യത്താന്ന് പറഞ്ഞു. ഓൾക്ക് ഞങ്ങളത് എന്തെന്നില്ല, മയ്യത്ത് കണ്ടാൽ എടുത്ത് പായുമല്ലോ. അതവരുടെ ശൈലിയാണ്. അത് അതിനെ അത്രയും ആഗ്രഹിക്കുന്നവരാണ്. നമ്മുടെ നാട്ടിൽ മയ്യത്ത് നിസ്കരിച്ചാൽ പായണ കേട്ടാ മയ്യത്തിൻ്റെ കൂടെ അല്ല, ചെരുപ്പ് തരിഞ്ഞ് പായുക. എന്നിട്ട് ചെരുപ്പ് കിട്ടിയാലോ ചായ എടുക്കണോടെ ചായ എവിടെ കൊണ്ട് വെച്ചിരുന്ന അങ്ങോട്ട് പായുക. അത് കിട്ടിയാൽ പിന്നെ മയ്യത്തൊക്കെ മറയുന്നില്ലേ, അമ്മ വിചാരിച്ചോടെ തന്നെ കിട്ടിയില്ലേ, അഭിപ്രായം പറഞ്ഞു പോകാൻ പോവാണ്. എന്നാൽ ഏറ്റവും അഫ്ളലായ സംഗതി മയ്യത്ത് കാണലല്ലോ. ഏറ്റവും അഫ്ളലായത് മയ്യത്തിൻ്റെ കൂടെ നടക്കുക, മയ്യത്തിൻ്റെ ഒപ്പം മയ്യത്ത് നിസ്കരിക്കുക.
അത് കഴിഞ്ഞ് ജനാസ മറവ് ചെയ്യൽ കർമ്മത്തിൽ പങ്കെടുക്കുക, മൂടുകല്ലിൻ്റെ മുകളിലേക്ക് മണ്ണ് വാരിയിടുക, മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, അതൊക്കെ വലിയ തവാന്ന് നമ്മളൊക്കെ പക്ഷെ അറബികളിൽ ഓടി. അപ്പോൾ ഞങ്ങളെ കുറിച്ച് വണ്ടി നിർത്തി 19ാമത്തെ മയ്യത്ത് അവൻ്റെ മയ്യത്ത് എന്നാണ് നമ്പർ 19. 4 മയ്യത്തുകളെടുത്ത് 4 നമ്പർ ഇട്ട് കൊടുക്കും. എന്നിട്ട് 19ാമത്തെ നമ്പറാണ്. അങ്ങനെ സാധാരണ മറവ് ചെയ്യാനുള്ളത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളുടെയൊക്കെ ബാക്കിൽ, ജന്നത്തുൽ ബഖീൻ്റെ കണ്ണ ബാക്കിലാണ് അവിടെ മറവ് ചെയ്യുള്ളത്. പക്ഷേ അന്ന ബാക്കിൽ ആ മതിലിൻ്റെ അടുത്ത് വരെ മയ്യത്തെത്തി, മറവ് ചെയ്യൽ എത്തി. പിന്നെ ഇപ്പോൾ ചെയ്യുന്നത് ഫ്രണ്ട് ഭാഗത്തുള്ള കബറുകൾ, പഴയ കബറുകളൊക്കെ മാന്തുകയാണ്. മനസ്സിൽമോൻ്റെ ജനാസ നിസ്കാരം കഴിഞ്ഞത് പോണെങ്ങോട്ടാണ്? ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളുടെ മയ്യത്തിൻ്റെയും മുന്നിൽ, അതായത് സ്വഹാബ നിബിതങ്ങളുടെ ഭാര്യമാർ അവിടെ ഉഹദിൽ യുദ്ധത്തിൽ പങ്കെടുത്ത് മുറിവെറ്റിയ ആളുകൾ കിടക്കുന്നത്, അതുപോലെ നിബിതങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ കിടക്കുന്നത്, നിബിതങ്ങളുടെ സ്വഹാബത്ത് കിടക്കുന്നത്, ആ ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയക്കാണ് പോകുന്നത്. അത് ആ ഏരിയക്ക് ഒരു 6ാം ഫ്ലോർ എന്നറിയും. ആ ഭാഗത്തിൽ സെൻട്രൽ ഭാഗത്തിൽ ഈ കുട്ടിയുടെ മയ്യത്ത് അവിടെ മറവ് ചെയ്തു, വലിയൊരു മീസാൻ കല്ല് വെച്ചു. ആ മറവ് ചെയ്യുന്നതൊക്കെ മയ്യത്തെടുത്ത് അവനെ ഖബറിലേക്ക് വെച്ച്, ഞാൻ അറിയാതെ പറഞ്ഞു പോയി, അൻസിലജിങ്ങോട്ട് നിൽക്ക്, ഞാനവിടെ കയറി കിടക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ മുത്തുനബിൻ്റെ തൊട്ടടുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിൻ്റെ കൂടെ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളുടെ ഫ്രണ്ടിൽ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, ലക്ഷക്കണക്കിന് ഞങ്ങളവിടെ മറവ് ചെയ്ത് സുബഹിക്ക് ശേഷം അവിടെ ജന്നത്തുൽ ബഖീലേക്ക് ആൾക്കാർക്ക് വരാനുള്ള പ്രവേശനമുണ്ട്. 1000കണക്കിന് ആളുകളാണ് അതിലൂടെ സലാം പറഞ്ഞ് ഫാത്തിമതി യാസീനോദി അങ്ങനെ നടന്നു പോകുന്നത്. മറവ് ചെയ്ത് മൂടുകല്ല് വെക്കേണ്ട ആവശ്യം അവൻ്റെ ഇത്ര സലാം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടാവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇതിലൂടെ എനിക്ക് മനസ്സിലൊരു പാടുണ്ട്, നമുക്ക് തിരിയേണ്ട ഒരു സംഗതി, അത് ആഗ്രഹിച്ചു പോയത് കിട്ടുന്നുള്ളതാണ്. നമുക്ക് ആഗ്രഹങ്ങളൊക്കെ ബിദ്അത്ത് മഖ്സൂദ് അവിടെ കിടക്കലൊന്നല്ല. ബിദ്അത്ത് മഖ്സൂദ് നിങ്ങളെ സിയാറത്ത് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഉംറ നിർവഹിക്കണമെന്നൊന്നുമല്ല. നമ്മുടേത് കുറേ കാര്യങ്ങളുണ്ടാവും. ഈ ഉംറ കൊണ്ടിൻ്റെ കാലുവേദന മാറണം, ചൊറി മാറണം, കച്ചവടത്തിൽ ബർക്കത്തുണ്ടാവണം, ഇതൊക്കെയാണ് നമ്മളത്. ഭാഷയ്ക്ക് വിത്ത വേണം, കിട്ടുകയാണെങ്കിൽ ആക്കിയപത്ത് നന്നാവണം, മറ്റൊക്കെ ഒക്കെ പിന്നിലാണ്. പക്ഷെ ഈ കുട്ടിക്ക് കച്ചവടത്തിൽ ബർക്കത്ത് വേണ്ട, ഈ കുട്ടിക്ക് മക്കൾ നന്നാണ്ട, ഈ കുട്ടിക്ക് ഭാര്യയുടെ സ്വഭാവം നന്നാണ്ട, ഈ കുട്ടിക്ക് വീട് പണി കൊടുക്കാവണ്ട, ഈ കുട്ടിക്ക് ഒന്നും വേണ്ട. പാപ്പയും അമ്മയും പോയത് ഈ കുട്ടി ഒന്ന് നടന്ന് കാണാനുള്ള തോഫിക്കണം. പക്ഷെ അവൻ നടക്കാനല്ല, അവൻ അടക്കാനാണ് പോയത്. അവൻ്റെ ഉദ്ദേശം അല്ലാഹു സ്വീകരിച്ചു. അവൻ ആ മണ്ണിൽ സുഖമായ സന്തോഷത്തോടുകൂടെ കിടക്കാൻ. അല്ലെങ്കിൽ ഈ കുടുംബത്തിനോട് പറയാനുള്ളത്, കുടുംബം വളരെ സൂക്ഷ്മതയോടുകൂടെ ജീവിക്കണം. അന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട മകൻ ആ മണ്ണിൽ കിടക്കുമ്പോൾ ആ മകനിഷ്ടമില്ലാത്തതൊന്നും നമ്മുടെ ജീവിതത്തിൽ നിന്ന് വരാൻ പാടില്ല. അത് വന്നു കഴിഞ്ഞാൽ അവൻ്റെ കുരുത്തക്കേട് കൂടെ നമുക്ക് പറ്റും. നമ്മൾ വളരെ സൂക്ഷിക്കണം. അത് നമ്മുടെ മകനാണ്. നമ്മുടെ മകന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒന്ന് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയാൽ ഞാൻ എൻ്റെ ഈ കുടുംബത്തിനോട് പറയാം, എൻ്റെ സ്നേഹത്തോടെ പറയാം, സൂക്ഷിക്കണം നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ നൽകട്ടെ. വല്യപ്പയോടും വല്യമ്മയോടും ഈ കുട്ടിയുടെ ഉമ്മയോടും ഈ കുട്ടിയുടെ ഉപ്പയുടെ എവിടെയെങ്കിലും ഉപ്പയോടും ഈ കുട്ടിയുടെ ബാക്കിയുള്ള കുടുംബത്തിനോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ആ കുട്ടിക്ക് ഇഷ്ടമില്ലാത്തത്, അള്ളാൻ്റെ ദീനിന് ഇഷ്ടമില്ലാത്തതൊന്നും ഇനി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. വളരെ സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത്തത്, നിങ്ങളെത്ര വലിയ ഭാഗ്യവാന്മാരാണ് കുടുംബമേ. വല്യപ്പയോട് വല്യമ്മയോട്, ആ കുട്ടീനെ 10 മാസം ഗർഭം ചുമന്ന് പ്രസവിച്ച ഉമ്മയോട്, ആ കുട്ടിയെ പോറ്റി വളർത്തിയ ഈ കുടുംബത്തിനോട് നിങ്ങളെത്ര ഭാഗ്യവാന്മാരാണ്. നിങ്ങളെ നാളെ ഷഫാഅത്ത് ആ കുട്ടി ചെയ്യല്ലോ. നിങ്ങളൊന്ന് ആലോചിക്കണം. ആ കുട്ടി മദീനത്ത് മുത്തുനബിൻ്റെ അടുത്ത് കിടക്കല്ലേ. പിന്നെ ഞാൻ സാധാരണ എന്നെ വിളിച്ചാൽ പരിപാടികളൊന്നും വിളിച്ചാൽ സാധാരണ ഇൻഷാ അല്ലാഹ് ഞാൻ വരുന്നോളാന്ന് പറയും. ഇങ്ങോട്ട് വരാണ്ടായ കാരണം ഒന്ന്, അവൻ എന്നെ വല്ലാതെ സ്നേഹിച്ചിട്ടുണ്ട്, വലിയ ഇഷ്ടം വച്ചിട്ടുണ്ട്. അവൻ
എനിക്ക് നിങ്ങളോട് ഇഷ്ടമാണ്, നിന്നോട് തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നിങ്ങളോട് ഇഷ്ടമാണ്. നമ്മുടെ നൂറാജ്മർ അവൻ കേൾക്കാറുണ്ട്. ഞാൻ ഇന്നും ലൈവിലൂടെ പറഞ്ഞതാണ്. ഞാൻ എൻ്റെ ലൈവിലൂടെ പറയാറുള്ളതും അതാണ്. ഈ ലൈവ് വേറൊന്നിനും തുടങ്ങിയതല്ല. ഒരു 4 ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഹദിയകൾ സ്വീകരിക്കാനോ പോണ വൈമലൊക്കെ ആൾക്കാർ കാണുമ്പോൾ ദ്വാരക്കാണെന്ന് പറഞ്ഞാൽ 500 1000 തരാനോ കിട്ടാനോ പിടിക്കാനോ ഒന്നിനുമല്ല. ഇങ്ങനെയുള്ള നിഷ്കളങ്കരായ ആളുകളുടെ പ്രാർത്ഥന ലഭിക്കണമെന്ന മോഹത്തോടെ മാത്രമാണ് തുടങ്ങിയതും ഇന്നത് നടന്നുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, പടച്ചോൻ അല്ലാഹു അത് നിലനിർത്തി തരുമാറാവട്ടെ. അപ്പോൾ ഏതായിരുന്നാലും ആ കുഞ്ഞുമോന് നമ്മളെ സ്നേഹിക്കുന്ന ഒരു ഹൃദയം, നൂറാജ്മർ കണ്ടൊരു കണ്ണ്, നൂറാജ്മർ കേട്ടൊരു കാത്, എൻ്റെ ഉസ്താദിന് എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞൊരു നാവ്, അത് മദീനത്തെ ജന്നത്തുൽ ബഖീലുണ്ടല്ലോ എന്നൊരു ഇഷ്ടം മാത്രമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ വന്നത്. അവനോടുള്ള അടക്കാൻ കഴിയാത്ത ഇഷ്ടം, സ്നേഹം എൻ്റെ കുടുംബത്തിനോടും ഇവിടെ കുടുംബത്തിനോട് ഓർമ്മപ്പെടുന്നത്. ഇനി അങ്ങോട്ടുള്ള കാര്യം നിങ്ങൾ സൂക്ഷിക്കുക. നമസ്കാരം.